students, welcome to Geography at Fingertips. Geography board examine preparations എല്ലാവരും സോ പ്രിപ്പറേഷൻസിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. കാരണം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ വളരെ കുറച്ച് മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ അക്കാഡമിക് ഇയറിൽ കഴിഞ്ഞ എക്സാംസിന്, അതായത് മോഡൽ, സെക്കൻഡ് ടേം പോലുള്ള എക്സാംസിന് അധികം ചോദിച്ചു കാണാത്തതായിട്ടുള്ളതും എങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ ഒരു A+ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ നോട്ടും ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. സോ നമുക്ക് ചാപ്റ്റർ വൈസ് തന്നെ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. ആ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 2021 ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഡിഫൈൻ ഹ്യൂമൻ ജോഗ്രഫി. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ് മാനവിക ഭൂമിശാസ്ത്രത്തെ നിർവചിക്കുക എന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പ്രിന്റൗട്ടിലും ടെക്സ്റ്റിലും ഒക്കെ ഉള്ളതാണ് ഈ മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻസ്. 3 പേരുടെ ഡെഫിനിഷൻസ്, 3 ഹ്യൂമൻ ജോഗ്രഫേഴ്സിന്റെ റാസ് സിമ്പിൾ എന്നവരുടെ ഒക്കെ ഡെഫിനിഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്വഭാവം എന്ന ഒരു ഹെഡിലൊക്കെ വരുന്ന ഒരു ഡെഫിനിഷനും ഉണ്ട്, അത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നോട്ട് ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, ഉപകാരപ്പെടും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് റോൾ ഓഫ് മാൻ ഇൻ പോസിബിളിസം ആൻഡ് നിയോ ഡിറ്റർമിനിസം. സാധ്യതാവാദത്തിലും നവവിധി വിശ്വാസത്തിലും മനുഷ്യന്റെ പങ്ക് എന്ന് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. 2019 പിന്നീട് ഇങ്ങനെയുള്ള ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒന്നും അധികം പിന്നീട് കണ്ടിട്ടില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് സാധ്യതാവാദം, എന്താണ് നവവിധി വിശ്വാസം എന്ന് എഴുതിയാലും മതിയാകും. കാരണം അവിടെ തന്നെ ആ ഒരു മാൻ അല്ലെങ്കിൽ ഹ്യൂമന്റെ ഒരു റോളിനെ പറ്റി അവിടെ വളരെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ പോസിബിൾസ് എടുക്കുകയാണെങ്കിൽ സാധ്യതാവാദത്തിൽ എന്താണ് പ്രകൃതി പരിസ്ഥിതി നമുക്ക് കുറെ സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നു, അത് മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നു. ഇനി നിയോ ഡിറ്റർമിനിസം അല്ലെങ്കിൽ നവവിധി വിശ്വാസത്തിന്റെ ഒരു മധ്യമാർഗമാണ്, ഒരു മിഡിൽ പാത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു, ഈ പ്രകൃതി നൽകുന്ന അവസരങ്ങൾ നമ്മൾ അനാവശ്യമായി അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ പ്രകൃതി അതിന്റെ ദോഷങ്ങൾ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം, ഒരു നിയന്ത്രണം വേണം, ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമ്മൾ കൊണ്ടുവരണം എന്നതൊക്കെയാണ്. അതിനൊരു ട്രാഫിക് സിഗ്നലിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അതും കൂടുതൽ മാർക്കിൽ ചോദിക്കുക, മാക്സിമം 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നീട് അതിനകത്ത് മറ്റ് ചോദ്യങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ അധികം ചോദിക്കാത്ത ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം, ഈ 3 ഈ ഒരു ഐഡിയലിസത്തിന്റെയും ഈ ഒരു ഐഡിയോളജീസിന്റെയും ഡെഫിനിഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഹ്യൂമൻ ജോഗ്രഫിയുടെ, ഫീൽഡും സബ് ബ്രാഞ്ചസും, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുവാണെങ്കിൽ അവിടുത്തെ ഒരു ചോദ്യമായത് 2024 കഴിഞ്ഞ വർഷം ബോർഡ് എക്സാം ചോദിച്ചതാണ്. തിയറി യൂസ് ടു ഡിസ്ക്രൈബ് ആൻഡ് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഓഫ് എനി ഏരിയ. ഏതൊരു പ്രദേശത്തെയും ഭാവി ജനസംഖ്യയെ വിശദീകരിക്കുവാനും പ്രവചിക്കുവാനും ഉപയോഗിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി അല്ലെങ്കിൽ ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. അപ്പം അത് ഈ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം എന്താണ്, അതിന്റെ സ്റ്റേജസ് എഴുതുക എന്ന് ചോദിക്കുന്നതിന് പകരം ഈ രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ MCQ ആയിട്ടൊക്കെ ചോദിക്കാം. ഇനി അടുത്തൊരു ചോദ്യം പോപ്പുലേഷൻ ഡെൻസിറ്റി ആയി ബേസ് ചെയ്തിട്ടാണ്. ജനസംഖ്യ അല്ലെങ്കിൽ ജനസാന്ദ്രത, ജനസാന്ദ്രത എന്താണ്? അവിടെ അതിനൊരു ഫോർമുല ഉണ്ട്, പോപ്പുലേഷൻ ബൈ ഏരിയ. അപ്പോൾ അതേപോലെ അതിന് ഡെഫിനിഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഒന്ന് വായിച്ചു വെച്ചേക്കുക. മറ്റൊരു ചോദ്യം എന്താണ് ഡെമോഗ്രഫിക് സൈക്കിൾ, ജനസംഖ്യാപരമായ പരിവൃത്തി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാമീണ കാർഷിക നിരക്ഷര സമൂഹം, അതായത് ഗ്രാമീണ എന്ന് പറയുന്നത് എന്താണ്, റൂറൽ, കാർഷികം, അഗ്രികൾച്ചർ, നിരക്ഷര എന്ന് പറയുന്നത് ഇലിറ്ററസി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നിന്ന് എന്തിലോട്ട് മാറുന്നു? ഗ്രാമീണം എന്താവുന്നു? നാഗരികമാവുന്നു, നഗരമാവുന്നു, അർബൺ ഏരിയ ആവുന്നു. കാർഷികം എന്താവുന്നു? അത് വ്യവസായമാവുന്നു, ഇൻഡസ്ട്രിയൽ ആവുന്നു. നിരക്ഷരത എന്താവുന്നു? സാക്ഷരത ആവുന്നു, ലിറ്ററേറ്റ് ആകുന്നു. അപ്പോൾ അതൊരു ബോക്സ് വെച്ചിട്ട് നിങ്ങൾ കാണിക്കാം. റൂറൽ, അഗ്രേറിയൻ, ഇലിറ്ററേറ്റ്, അതൊരു ആരോ വെച്ചിട്ട് ആ ഒരു ബോക്സ് എന്തിലോട്ട് മാറുന്നു? അർബൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ ലിറ്ററേറ്റ് ആവുന്നു, സാക്ഷരത ആവുന്നു. ആ രീതിയിൽ ഒന്ന് വരച്ച് കാണിച്ചാലും മതിയോ, അല്ലെങ്കിൽ ഇതൊരു ഡെഫിനേഷൻ ആയിട്ട് എഴുതാവുന്നതുമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് മൈഗ്രേഷൻ. നമുക്ക് പുഷ് പുൾ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ അത് എന്താണ്
ആകർഷക വികസന ഘടകങ്ങളുണ്ട്. പിന്നീട് സോഴ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ, ഇമിഗ്രേഷൻ അതെല്ലാം അതിൽ വരുന്നതാണ്. നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷൻ വീഡിയോസിലെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള 50 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കഴിഞ്ഞ എക്സാമിന് മോഡലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, അനുകൂല ജനസംഖ്യാ വളർച്ചയും പ്രതികൂല ജനസംഖ്യാ വളർച്ചയും, പോസിറ്റീവ് ഗ്രോത്തും നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഇത്രയേ ഉള്ളൂ. ബർത്ത് റേറ്റ് കൂടുമ്പോൾ പോസിറ്റീവ്, ഡെത്ത് റേറ്റ് കൂടുമ്പോൾ അത് നെഗറ്റീവ്. ആ രീതിയിൽ ഓർക്കുക. 3 കോമ്പണന്റ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് എന്തൊക്കെയാണ്? ഈ CBR മൈഗ്രേഷൻ, പ്രാകൃത ജനന നിരക്ക്, പ്രാകൃത മരണനിരക്ക്, അതുപോലെ തന്നെ കുടിയേറ്റം. അതേപറ്റിയാണ്. ഈ ഒരു ടേംസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. എന്താണ് ഗ്രോത്ത് റേറ്റ്, എന്താണ് നാച്ചുറൽ ഗ്രോത്ത്, ആക്ച്വൽ ഗ്രോത്ത്, ഓക്കെ. അതായത് എന്താണ് ജനസംഖ്യ വളർച്ചാ നിരക്ക്, സ്വാഭാവിക വളർച്ചാ നിരക്ക്, യഥാർത്ഥ വളർച്ചാ നിരക്ക്, ഇനിയിപ്പോ പറഞ്ഞ പോലെ അനുകൂല ജനസംഖ്യ വളർച്ച, അതുപോലെ തന്നെ പ്രതികൂല ജനസംഖ്യാ വളർച്ച. ഈ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ. അതായത് എല്ലാം നമുക്ക് ഉത്തരവിധിയുണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി മറ്റൊരു ചോദ്യം ഇതില് ഈ ഒരു ടെക്സ്റ്റിലുള്ളതല്ല, നമ്മുടെ ഇന്ത്യ ടെക്സ്റ്റിൽ വരുന്നതാണ്. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്, അതായത് നമ്മുടെ സിന്ധു ഗംഗാ സമതലം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശമായത് എന്തുകൊണ്ട്? കാരണങ്ങൾ എഴുതുക. ഇത്രയേ ഉള്ളൂ. അത് സിന്ധു ഗംഗയാണ്, അപ്പൊ റിവേഴ്സ് ആണ്. അപ്പോൾ നദികളുടെ അല്ലെങ്കിൽ ജലത്തിന്റെ ലഭ്യത, പിന്നെ അവിടെ നദികൾ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടിതമാണ്, പിന്നെ കാർഷിക മേഖല കൂടുതലായി കാണപ്പെടുന്നു. ഇതെല്ലാം മതിയല്ലോ ജനങ്ങൾ തിങ്ങിപ്പാർക്കാൻ അല്ലെങ്കിൽ ജനസംഖ്യ കൂടാൻ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി അടുത്ത ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം എന്ന ചാപ്റ്ററിലും ധാരാളം ചോദ്യങ്ങൾ വരാം. അതിലൊരു ചോദ്യമാണ് 2022 ഒരു 1 വേർഡ് ആയിട്ട് ചോദിച്ചു. നമുക്കപ്പോൾ ഈ വട്ടം MCQ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. എക്കണോമിക്സ് ടു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം എന്ന ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് എന്നത് ഉത്തരം മഹബൂബുള്ളക്കാണ്, തെറ്റിക്കരുത്. പിന്നെ അമർത്യാസനുണ്ട്. അമർത്യാസൻ ആരാണ്? കേപ്പബിലിറ്റി അപ്രോച്ച്, കാര്യശേഷി സമീപനം, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചതാണ്, അത് മുന്നോട്ട് വെച്ച ആളാണ്. അതുപോലെ തന്നെ ലേബർ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന മുന്നോട്ട് വെച്ച സമീപനം ഏതാണ്? ബേസിക് നീഡ്സ് അപ്രോച്ച് ആണ്, അടിസ്ഥാന ആവശ്യ സമീപനമാണ്. ഇനി മറ്റൊരു ചോദ്യം 2021 ചോദിച്ചത് ഗ്രോത്തും ഡെവലപ്മെന്റും, അതായത് വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊന്നും ഒരു വട്ടം ചോദിച്ചിരുന്നു. പോസിറ്റീവ് നിങ്ങൾക്ക് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വളർച്ച എന്ന് പറയുന്നത് എന്താണ്? അത് നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. കാരണം അത് അളവിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്. ക്വാണ്ടിറ്റി എന്ന് ആലോചിക്കുക, ഗ്രോത്ത് ക്വാണ്ടിറ്റി ആണ്. സോ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്. ഓക്കെ. ബട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് വികസനം. എപ്പോഴും ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ പോസിറ്റീവ്നെസ് ആണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇറ്റ് ഓൾവേസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് മീൻസ് ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. ഇത് ഗുണപരമായതാണെങ്കിൽ, ആദ്യത്തേത് ഗുണപരമായതാണെങ്കിൽ ഈ രണ്ടാമത്തത് ഗുണപരമായൊരു മാറ്റമാണ്. ഓക്കെ. അപ്പൊ വളർച്ച ഗുണപരമായതും അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. പക്ഷേ ഡെവലപ്മെന്റ്, വികസനം ഓൾവേസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. അതൊരു ക്വാളിറ്റിയാണ്, ഗുണപരമായ മാറ്റമാണ്. ഇനി മറ്റൊരു ടേം ഇതിൽ പറയുന്നത് GNH, അതായത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. ഭൂട്ടാൻ എന്ന രാജ്യമാണ് എന്ത് ഈ ഒരു സന്തോഷത്തിന്റെ ഒരു സൂചിക, സന്തോഷ സൂചിക എന്ന് നമ്മൾ പറയും, അത് കൊണ്ടുവരും. നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിൽ GNPയും GDPയും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഭൂട്ടാൻ എന്ന് പറഞ്ഞ രാജ്യമാണ് GNH, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കൊണ്ടുവന്നത്. ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി അടുത്തൊരു പാഠം പ്രൈമറി ആക്ടിവിറ്റീസിലോട്ട് വരുവാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് മൈനിങ്. മൈനിങ്ങിൽ നിന്ന് എപ്പോഴും ബോർഡ് എക്സാംസിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ടൈപ്സ് ഓഫ് മൈനിങ്, അല്ലെങ്കിൽ മൈനിങ്ങിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഉണ്ട്, അല്ലെങ്കിൽ സർഫസ് മൈനിങ് എന്ന് പറയും, ഉപരിതല ഖനനം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ മറ്റൊരെണ്ണമുണ്ട് ഷാഫ്റ്റ് മൈനിങ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് മൈനിങ്, ഭൂഗർഭ ഖനനം. അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി 6 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച 2023 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. തോട്ടവിള കൃഷിയുടെ സവിശേഷതകൾ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതായത് ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ഡൗൺ ചെയ്യുക, ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, പ്രിന്റ് ഔട്ടിലൊക്കെ കാണും, അത് വെച്ചൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസിനകത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്തൊക്കെ നമ്മൾ ഇതിന്റെ എല്ലാ ഉത്തരങ്ങളും പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഡയറി ഫാമിംഗ്. ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ് ഡയറി ഫാമിംഗ് അല്ലെങ്കിൽ ക്ഷീരകൃഷി. ഓക്കെ. ക്ഷീരകൃഷി നമ്മളെ കന്നുകാലിയില് എന്താണ് മിൽക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അല്ലെ, പാലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്, വളരെ വികസിതമായുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന കൃഷിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക, അതിന്റെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്
അടുത്ത ഭാഗത്തിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡറി ആക്ടിവിറ്റീസിലോട്ട് വരുവാണെങ്കിൽ അവർ ചോദിച്ച ചോദ്യമാണ് വ്യവസായങ്ങളുടെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ആക്സസ് ടു മാർക്കറ്റ് അല്ലെ, അതായത് കമ്പോളത്തിന്റെ സാമീപ്യം, ആക്സസ് ടു റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ ആക്സസ് ഓഫ് ലേബർ സപ്ലൈ തൊഴിലാളികളുടെ ലഭ്യത, സോഴ്സ് ഓഫ് എനർജി ഊർജ്ജ ലഭ്യത, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി കഴിഞ്ഞ എക്സാമിന് മോഡലുകൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹൈടെക് ഇൻഡസ്ട്രീസ്. ഹൈടെക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മുടെ ഹൈ ടെക്നോളജി വ്യവസായങ്ങൾ എന്നൊക്കെ പറയും. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള IT ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് അവിടെ കൂടുതലും വരുന്നത്. പിന്നെ റോബോട്ടിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക് ഗുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ചിട്ടൊക്കെ എഴുതാവുന്ന ഒരു പോയിന്റ് ആണ് ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസ്, ഹൈടെക് വ്യവസായങ്ങൾ. ഇനി അതേ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. അയൺ ആൻഡ് സ്റ്റീലിനെ എന്തുകൊണ്ടാണ്, അതായത് ഇരുമ്പുരുക്ക് വ്യവസായത്തെ എന്തുകൊണ്ടാണ് അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നത്, ബേസിക് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നത്? അത് നമുക്ക് ജനറലായിട്ട് എഴുതാവുന്നതാണ്. കാരണം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയണും സ്റ്റീലും ആണ് അല്ലെ. ആ അയണും സ്റ്റീലും ഇല്ലാതെ മറ്റൊരു വ്യവസായവും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് മറ്റ് എല്ലാ ഇൻഡസ്ട്രീസിന്റെയും. ആ ഒരു റീസൺ ആണ് പ്രധാനമായും ഈ ഒരു അയൺ ആൻഡ് സ്റ്റീൽ മറ്റ് ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഇൻപുട്ട് ആണ്. ആ ഒരു കാരണത്താലാണ് അയൺ ആൻഡ് സ്റ്റീലിനെ അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ മാതൃ വ്യവസായം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബേസിക് ഇൻഡസ്ട്രി അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്ങും ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങും. ഓക്കെ, അതായത് ചെറുകിട വ്യവസായവും വൻകിട വ്യവസായവും ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ പ്രധാനമായും ഈ വൻകിട ചെറുകിട എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്. അതായത് നമ്മൾ ആദ്യം മുതൽ മുടക്ക് എന്ന് പറയുമല്ലോ, ആദ്യം ചിലവഴിക്കുന്ന ഒരു പണം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്മോൾ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ആദ്യത്തെ ഒരു മുതൽ മുടക്ക് കുറവായിരിക്കും, ലാസ്റ്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അതേ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് റീറ്റെയിൽ ട്രേഡിംഗ്, ഹോൾസെയിൽ ട്രേഡിംഗ്, അതായത് ചെറുകിട വ്യാപാരം, വൻകിട വ്യാപാരം, അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ് ഒക്കെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻസ്? അപ്പോൾ അതാണ് അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഗ്രാമീണ വ്യാപാര കേന്ദ്രങ്ങളും നഗര വ്യാപാര കേന്ദ്രങ്ങളും അത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റൂറൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ്, അർബൻ മാർക്കറ്റിംഗ് സെന്റേഴ്സ്, അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡിംഗ്, ഹോൾസെയിൽ ട്രേഡിംഗ്, ചില്ലറ വ്യാപാരം, മൊത്ത വ്യാപാരം, പിന്നെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്ഥാപനങ്ങൾ, അത് ശൃംഖല സ്റ്റോറുകൾ, അതായത് ചെയിൻ സ്റ്റോഴ്സ്, അതിന്റെയൊക്കെ ഒരു ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. മറ്റൊരു ചോദ്യം അടുത്തൊരു ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ ടെർഷറി ആൻഡ് ക്വാട്ടേണറിലോട്ട് വരുമ്പോൾ അവിടെയാണ് റീറ്റെയിൽ ട്രേഡിംഗ് ഒക്കെ വരുന്നത്. അതിലാണ് ഇനി ക്വാട്ടേണറി ക്യൂനറി, നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വാട്ടേണറി ആക്ടിവിറ്റീസും ക്യൂനറി ആക്ടിവിറ്റീസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ചതുർത്ഥ സാമ്പത്തിക പ്രവർത്തനങ്ങളും പഞ്ചമ സാമ്പത്തിക പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ വിശദീകരിക്കുക. ഇതിൽ ഒന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കാം. എന്താണ് ചതുർത്ഥ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, എന്താണ് അല്ലെങ്കിൽ ചതുഷ്ടായ മേഖലകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബേസ്ഡും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അത് ഒരു ഹയർ ജോബാണ്, ടെർഷറി കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അവിടെ ഈ R&D നമ്മുടെ വികസനവും അതുപോലെ തന്നെ ഗവേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ക്യൂനറിയിലോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് ലെവൽ, നമ്മൾ CEO എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ, സ്പെഷ്യലിസ്റ്റുകൾ, പോളിസി ഫോർമുലേറ്റേഴ്സ് അങ്ങനെയുള്ളവരെല്ലാം വരുന്നതാണ് ഏത് മേഖല, ഈ ക്യൂനറി എന്ന് പറയുന്നത്. പഞ്ചമ മേഖല. ചതുർത്ഥ മേഖല സാങ്കേതിക വിദ്യയും ഗവേഷണവും വികസനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ സ്പെഷ്യലിസ്റ്റ് ജോബുകൾ, അതായത് ഈ പോളിസി അത് നിർമ്മിക്കുക, നിയമങ്ങളുടെ ഇതും, അത് CEO, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മേധാവി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നത് പഞ്ചമ പ്രവർത്തനമാണ്. അതേ ചാപ്റ്ററിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പുറം കരാർ, ഔട്ട് സോഴ്സിംഗ് എന്നത്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. മറ്റൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് KPOയും BPOയും, ജ്ഞാന സംസ്കരണ പുറം കരാർ, അതായത് നോളജ് പ്രോസസിംഗ് ഔട്ട്സോഴ്സിംഗ്, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യൂ. അതുപോലെ തന്നെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ ബിസിനസ് സംസ്കരണ പുറം കരാർ BPO, ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യം ഡിജിറ്റൽ ഡിവൈഡ്. ഇതെല്ലാം ഒരേ ഒരു പാർട്ടിൽ വരുന്നതാണ്, ആ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലോട്ട് വരുന്നതാണ്. ടെർഷറി ആൻഡ് ക്വാട്ടേണറി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വേർതിരിവ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതാണ്. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഈ
ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ് അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര റെയിൽവേ പാതകൾ മാപ്പ് തന്നിട്ടാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചത്. ട്രാൻസ് കനേഡിയൻ റെയിൽവേ ആണ് മോഡലിൽ ചോദിച്ചത്. അപ്പോൾ അതേപോലെ മാപ്പ് തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കഴിഞ്ഞ ബോർഡ് എക്സാമിൽ ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസിന്റെ സ്റ്റാർട്ടിംഗ് എൻഡിങ് പറഞ്ഞിരിക്കണം, അത് ഏത് രാജ്യത്താണെന്ന് പറഞ്ഞിരിക്കും. പേര് കേൾക്കുമ്പോഴൊക്കെ പലതും നിങ്ങൾക്ക് ട്രാൻസ് കനേഡിയൻ വളരെ സിമ്പിൾ ആണ്, കാനഡയാണ്. ട്രാൻസ് സൈബീരിയ ആണ്, കൺഫ്യൂഷൻ വരാം. സൈബീരിയ എന്ന് പറയുന്നത് റഷ്യയുടെ പാർട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ അതിന്റെ കണക്റ്റിംഗ് പ്ലേസസ് ഒന്ന് ഓർക്കുക. അപ്പൊ കഴിഞ്ഞ എക്സാം ചോദിച്ചാൽ നമുക്ക് മാപ്പ് തന്നിട്ട് കണക്റ്റിംഗ് പ്ലേസസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനും ചോദിക്കാം. ഇനി മാപ്പ് തന്ന് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ എക്സാമുകൾക്കൊന്നും ചോദിക്കാത്തത് കൊണ്ട്, പക്ഷേ കഴിഞ്ഞ 2023 ചോദിച്ചതാണ് ഈ സൂയിസ് കനാലിന്റെ മാപ്പ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൂയിസ് കനാല്, പനാമ കനാല്, ഇത് കണക്കൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ വട്ടം ഇത് പനാമ കനാലാണ്. ഈ പനാമ കനാലിന്റെ മാപ്പ് തന്നിട്ട് അത് ഏത് മാപ്പാണ്, ഏത് ഷിപ്പിംഗ് കനാലാണ് എന്ന് ചോദിച്ചിരുന്നു. എന്നിട്ട് അതിന്റെ പോയിന്റ് എഴുതാൻ ചോദിച്ചിരുന്നു. അതേപോലെ സൂയിസ് കനാലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയ ആണ് റൈൻ വാട്ടർവേ, അതായത് ഇൻലാൻഡ് വാട്ടർവേസ്. ഈ സൂയിസ് കനാലും പനാമ കനാലിനും മുമ്പായിട്ട് ഇൻലാൻഡ് വാട്ടർവേസിന്റെ ഒരു ഏരിയ ഉണ്ട്. റൈന്, അതുപോലെ തന്നെ വോൾഗ എന്നൊക്കെ പറഞ്ഞ്, മിസിസിപ്പി വാട്ടർവേസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക. ഒരു വട്ടം റൈൻ ചോദിച്ചു എന്നാണ് 2022. പിന്നെ മറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ആ ചാപ്റ്ററിൽ. വാട്ടർവേസിന്റെ അഡ്വാൻറ്റേജ്, വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജ്, അതെല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ ഇന്റർനെറ്റ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അവയുടെയൊക്കെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പനാമ കനാലിലെ സൂയിസ് കനാലിന്റെ ഒക്കെ ഡെഫിനിഷൻ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ബാലൻസ് ഓഫ് ട്രേഡ്, അതായത് വ്യാപാര മിച്ചം. പ്രതികൂല വ്യാപാര മിച്ചം, അനുകൂല വ്യാപാര മിച്ചം, ബാലൻസ് ഓഫ് ട്രേഡ്. പിന്നെ ബൈലാറ്ററൽ ട്രേഡും മൾട്ടിലാറ്ററൽ ട്രേഡും, ഉഭയകക്ഷി വ്യാപാരവും ബഹുകക്ഷി വ്യാപാരവും, ഇതൊക്കെ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കേസ് ഓഫ് ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. കേസ് ഓഫ് ഫ്രീ ട്രേഡ് ഇത്രയേ ഉള്ളൂ. ലിബറലൈസേഷൻ, അതായത് സുതാര്യവൽക്കരണമാണ് ഈ ഫ്രീ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് അപ്പ് ഓഫ് എക്കോണമീസ്, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തുറന്നിട്ട് കൊടുക്കുന്നു, ടാക്സ് ഒക്കെ ഒഴിവാക്കി. എല്ലാ രാജ്യക്കാർക്കും ഇവിടെ വന്നൊക്കെ ഓരോ കച്ചവടമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രീ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം സ്വതന്ത്ര വ്യാപാരം എന്നാണ്, വേറെ നിങ്ങളല്ലാതെ ഫ്രീ കൊടുക്കുന്നു എന്നോ അങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. നിങ്ങൾക്ക് പല ഉത്തരങ്ങളും ആ ഒരു സമയത്ത് വരും. കൃത്യമായി പഠിച്ചു വെച്ചേക്കാം. ഫ്രീ ട്രേഡൊക്കെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നെ ബാലൻസ് ഓഫ് ട്രേഡ് മുമ്പ് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇനി അതിനകത്ത് വരുന്ന ഇതെല്ലാം ഉണ്ട് കേട്ടോ. സ്വതന്ത്ര വ്യാപാരം, വിവിധ തരം അന്താരാഷ്ട്ര വ്യാപാരം, ഇതെല്ലാം പോയിന്റ് ഉണ്ട്. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം പോർട്ട് ഓഫ് കോൾ എന്താണ്, എൻ്റർ പോർട്ട് എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ ഒരു മാച്ച് ഫോളോയിങ് ആയിട്ടോ ഈ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കേട്ടോ. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻലാൻഡ് പോർട്ട് അതിനോട്ട് ചോദിച്ചതാണ്. കൊൽക്കട്ടയാണ് ഇൻലാൻഡ് പോർട്ട്. ഇന്ത്യയിലെ ഒരു ഉൾനാടൻ തുറമുഖമാണ് കൊൽക്കട്ട. ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഹൂഗ്ലി റിവറിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിക്കുക. നേവൽ പോർട്ടുകളുടെ പേര്, കൊച്ചി ഒരു നേവൽ പോർട്ടാണ്, ഒരു സൈനിക തുറമുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകൾ ഓർക്കുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഇനി അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യ ടെക്സ്റ്റിലോട്ട് വരുവാണെങ്കിൽ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് 2023 ബോർഡ് എക്സാമിന് ചോദിച്ചതാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോൾസൻസ് ഇൻ ഇന്ത്യ. നല്ലൊരു, അതായത് ഒരു കറണ്ട് ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഇന്ത്യയിലെ കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളി. അപ്പം സ്വന്തമായിട്ട് എഴുതാതെ ഇതിന് കൃത്യമായി പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റിലെല്ലാം ഉള്ളതാണ്. ആ പോയിന്റ് തന്നെ എഴുതാൻ ശ്രമിക്കുക. കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ശൈശവ വിവാഹം, സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, കൗമാരക്കാരായ അമ്മമാരുടെ പ്രസവത്തോടുകൂടിയുള്ള മരണം, എയ്ഡ്സ് രോഗം, ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അതെല്ലാം ഓക്കെ. ലോവർ ഏജ് അറ്റ് മാരേജ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, ലോ ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ്. ഇത് മുൻവർഷം ചോദിച്ചതായതുകൊണ്ടും ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിക്കാത്തത് കൊണ്ടും ഈ ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡോൾസെന്റ് പോപ്പുലേഷന്റെ അവരുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതായത് വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന്. മറ്റൊരു ചോദ്യം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്. ലാംഗ്വേജ് ഫാമിലീസ് നിന്നും കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദ്യം വന്നിരുന്നു. ലാർജസ്റ്റ് ലാംഗ്വേജ് ഫാമിലി ഏതാണ്? ഇൻഡോ യൂറോപ്യൻ ആണ്. നമ്മുടെ ആര്യൻ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ഒക്കെ വരുന്ന അതിലാണ് ഇൻഡോ യൂറോപ്യൻ. ലാർജസ്റ്റ് ലാംഗ്വേജ് ഫാമിലി ഇൻ ഇന്ത്യ. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ദ്രവീഡിയൻ ആണ്. ആ ദ്രവീഡിയനകത്താണ് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. 2020 ചോദിച്ചതാണ് മലയാളം ഉൾപ്പെടുന്ന ഭാഷാ കുടുംബം ഏത്? അപ്പോൾ അത് ഏതാണ്? ദ്രാവിഡയാണ് അല്ലെങ്കിൽ ദ്രവീഡിയൻ ആണ്. അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക.
ഇനി ഹ്യൂമൻ സെറ്റിൽമെന്റ്സിലോട്ട് വരുവാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് അർബൻ റൂറൽ സെറ്റിൽമെന്റ്സും അതുപോലെ തന്നെ അർബൻ സെറ്റിൽമെന്റ്സും റൂറൽ സെറ്റിൽമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം, അർബൻ ആൻഡ് റൂറൽ സെറ്റിൽമെന്റ്സ്. പിന്നെ ഹാംലെറ്റ് എന്താണെന്നൊക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ടൗൺസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, അതായത് വിദ്യാഭ്യാസ നഗരം, വ്യവസായ നഗരം അല്ലെ, എഡ്യൂക്കേഷൻ ടൗൺ, ഇൻഡസ്ട്രിയൽ ടൗൺ, അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ, മൈനിങ് ടൗൺ, അതുപോലെ തന്നെ പിൽഗ്രിമേജ് ടൗൺ എന്നൊക്കെ പറഞ്ഞ് പല ഡിവിഷൻസ് ഉണ്ട്. ഇവയുടെ എക്സാമ്പിൾസ് ഒരു മിനിമം ഒരു 2 എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, കാരണം ഇതേ കണക്ക് എന്താണ് ബ്രാക്കറ്റിലൊക്കെ തന്നിട്ട് അത് എടുത്തെഴുതാനായിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഈവൻ ഒരു 1 വേർഡ് ആയിട്ടോ ഒരു മാപ്പ് ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പാർട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞു, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഒരു മിനിമം 2 പേരെങ്കിലും എല്ലാത്തിൻ്റെയും പഠിച്ചു വെച്ചേക്കുക, ഓരോ ടൗണിന്റെ എക്സാമ്പിളുകൾ. മറ്റൊന്ന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൂറൽ സെറ്റിൽമെന്റ്സ്, ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ എന്താണ് അതിന്റെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പ്രധാനമായും തൊഴിലും അതുപോലെ തന്നെ ഈ ഒരു സമതലങ്ങളും ഒക്കെയാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ഇനി നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് വരുവാണെങ്കിൽ, ലാൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് വരുവാണെങ്കിൽ അതിനകത്ത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പ്രോബ്ലംസ്, വെല്ലുവിളികൾ. അതും ഒരുപാടുണ്ട്, അതൊന്ന് പഠിക്കുക. അതുപോലെ ടൈപ്സ് ഓഫ് ഫാമിംഗ്, ഈ പ്രൊട്ടക്റ്റീവ്, പ്രൊഡക്റ്റീവ്, അതുപോലെ തന്നെ ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ്, ഇതും ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് വരണ്ട നില കൃഷി, അതായത് വരണ്ട പ്രദേശത്തെ കൃഷിയാണ് ഡ്രൈ ലാൻഡ് ഫാമിംഗ്. അതുപോലെ തന്നെ വെള്ളമുള്ള പ്രദേശത്തെ കൃഷി, അതാണ് വെറ്റ് ലാൻഡ് ഫാമിംഗ്. പിന്നെ വിള സംരക്ഷണ കൃഷിയുണ്ട്, ഉൽപാദക ജലസേചന കൃഷിയുണ്ട്. ഇത് ഒരു വർഷം ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ കണക്ക് ഒരു ബോക്സ് കണക്ക് ചോദിച്ചിരുന്നു. ബോക്സിനകത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ചോദിച്ചിരുന്നു, 2 മാർക്കിനൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. ഏതെല്ലാമാണ് ഈ ഡ്രൈ ലാൻഡ് ഫാമിങ്ങും വെറ്റ് ലാൻഡ് ഫാമിംഗ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ അവൈലബിലിറ്റി അല്ലെങ്കിൽ റെയിൻഫോളിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. ഇനി ഈ അതാണ് പ്രൊട്ടക്റ്റീവും പ്രൊഡക്റ്റീവും എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ജലസേചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന് ജലസേചനം കൊടുക്കണം? അതായത് പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഉൽപാദനം കൂട്ടാനാണ്, പ്രൊഡക്ടിവിറ്റി അല്ലെ. ഇനി പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞു, കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഒരു 7-8 പ്രോബ്ലംസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ടെക്സ്റ്റിലൊക്കെ ഉള്ളതാണ്. അതിനകത്ത് നിന്നൊരു 3-4 പോയിന്റ്സ് കുറച്ച് എഴുതാനായിട്ടെങ്കിലും ഒന്ന് പഠിക്കുക. അത് 2-3 പോയിന്റ് അതിൽ എഴുതാൻ, അതിന്റെ ഓരോന്നിന്റെയും താഴെ എഴുതാനായിട്ട് കൂടി പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് വാട്ടർ റിസോഴ്സ്, സ്ഥിരമായി ചോദ്യങ്ങൾ, അതായത് നല്ലൊരു പോയിന്റ് മാർക്ക് സ്കീമിങ്ങിൽ മാർക്ക് കൂടുതൽ വരുന്ന ഒരു ഷെയർ ഉള്ള ഒരു ചാപ്റ്ററാണ് വാട്ടർ റിസോഴ്സ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിന്റെ മെത്തേഡുകൾ പലതുണ്ട്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. പിന്നെ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, അതിലൊരു മെത്തേഡുമാണ്, അത് ചോദിക്കാം. പിന്നെ 3 മെറിറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, ഇറിഗേഷൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ നെസസറി, എന്തുകൊണ്ട് ഇന്ത്യ ഒരു മൺസൂൺ കൺട്രിയാണ്, അപ്പൊ മൺസൂണിനെ ആശ്രയിച്ചാണ് അല്ലെ മഴയെ ആശ്രയിച്ച് മുന്നോട്ട് വന്ന രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്തിന്റെ ആവശ്യകതയുണ്ട്? ഇറിഗേഷൻ, ജലസേചനത്തിന്റെ ആവശ്യകതയുണ്ട്. പിന്നെ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ്, അതെന്ന് പറഞ്ഞാൽ ഈ സലിനിറ്റി, ആൽക്കലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വാഷ് ഡൗൺ അല്ലെ, ഈ പറഞ്ഞ കണക്ക് ഇറോഷൻ ഒക്കെ കാരണമാവുന്നു, അത് പോയിന്റുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഹരിയാലി ഒരു ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് വാട്ടർഷെഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നീരു മീരു ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ അർവാരി പാനി സൻസാദ് രാജസ്ഥാനിൽ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമുകളുടെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കും. ഒരു വട്ടം ചോദിച്ചതാണ് ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു തണ്ണീർത്തട പദ്ധതി ഏതാണ്, അല്ലെങ്കിൽ റെയിൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഏത്? ഒരു ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നെയിം ദ വാട്ടർഷെഡ് പ്രോഗ്രാം സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്. ഉത്തരം ഹരിയാലി പ്രോജക്റ്റ് ആണ്, ഹരിയാലി. പിന്നെ നീരു മീരു ഏത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയതാണ്? ആന്ധ്രാപ്രദേശ്. മാപ്പ് വർക്കിന് ചോദിച്ചതാണ്. ഇനി ഇന്ത്യയിൽ കമ്പൽസറി ആയിട്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം തമിഴ്നാടുമാണ്. ഓക്കെ, തമിഴ്നാട്. ഇനി റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. പിന്നീട് നീർത്തട മാനേജ്മെന്റ്, അതായത് വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. മഴവെള്ള കൊയ്ത്ത് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത വാട്ടർ പോളിസി ഒന്ന് വായിച്ചു വെച്ചാൽ, വാട്ടർ പോളിസി ഒന്നും ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 2002 വാട്ടർ പോളിസി നിലവിൽ വരുന്നത്, ഒന്ന് ഓർക്കുക. ഇനി മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസിൽ പെട്രോളിയം റിസോഴ്സ് ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്, ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പെട്രോളിയം റിസോഴ്സിനെ പറ്റി എഴുതുക. എവിടെല്ലാമാണ് നിക്ഷേപം ഉള്ളത് എന്ന് എഴുതുക. അതായത് അസം ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര, ഇവിടുത്തെ സ്ഥലങ്ങളുടെ ഒന്നുമില്ലെങ്കിലും ഓരോ സംസ്ഥാനത്തെയും ഒരു സ്ഥലം, ഇപ്പൊ അസം ഡിഗ്ബോയി, ഗുജറാത്ത് കലോൽ അല്ലെങ്കിൽ അങ്കലേശ്വർ, മുംബൈ ഹൈ, അങ്ങനെയുള്ള ഒരു പോയിന്റുകളൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ മറ്റും ചോദിക്കാം. ഇപ്പം മിനറൽ ബെൽറ്റ് ചോദിക്കുക. ഇന്ത്യയിൽ 3-4 മിനറൽ ബെൽറ്റ് വരുന്നുണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയൻ, അങ്ങനെ
മൂന്ന് റീജിയൻസ് വരുന്നുണ്ട്. അതുപോലെ അയണോർ ബെൽറ്റിൻ്റെതുണ്ട്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ ഈ പെട്രോളിയം ചോദിച്ച സ്ഥിതിക്ക് മറ്റ് എനർജീസും ചോദിക്കാം. ന്യൂക്ലിയർ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാം. അതൊന്ന് വായിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് ഇവിടെ ഉണ്ട് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ആണവോർജ്ജം ഇന്ത്യയിൽ എവിടെ എല്ലാം കാണപ്പെടുന്നു. അത് മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ന്യൂക്ലിയർ എനർജി 2019 ചോദിച്ചൊരു ചോദ്യമാണ്. എവിടെല്ലാമാണ് റിസോഴ്സോ അതിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ചോദിക്കാം. ഇനി പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ITDPയും അതുപോലെ തന്നെ ഡ്രൗട്ട് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അങ്ങനെ കുറെ വികസന പദ്ധതികളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ തന്നെ ആ ഒരു ചാപ്റ്ററിന്റെ മാത്രം ഒരു ക്ലാസ് കിടപ്പുണ്ട്, ക്ലാസ് വീഡിയോ കിടപ്പുണ്ട്, കാണാം, നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ടിട്ടില്ലാത്തവർക്ക്. പിന്നെ ITDP 2023 ചോദിച്ചൊരു ചോദ്യമാണ് സംയോജിത ആദിവാസി വികസന പദ്ധതിയെ പറ്റി. അതിന്റെ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ട്രൈബൽ ഏരിയാസിൽ ഗോത്രവർഗ്ഗങ്ങളുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാം. എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം കൊണ്ടുവരാം. ഇൻഫ്രാസ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ്, അതായത് അവിടുത്തെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പരിപോഷിപ്പിക്കാവുന്നതാണ്. അതായത് അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, സ്കൂളുകൾ കൊണ്ടുവരാം, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽസ് കൊണ്ടുവരാം, അങ്ങനെയുള്ള പോയിന്റുകൾ എഴുതാം. പിന്നെ ട്രൈബൽ കൾച്ചർ, അവരുടെ ഗോത്ര സംസ്കാരത്തെ സംരക്ഷിക്കുക. വിമൻ എംപവർമെന്റ്, എല്ലാവരും എഴുതാവുന്ന ഒരു പോയിന്റാണ് വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, ഇതിനെ പറ്റിയൊക്കെ ഒന്ന് അത് എല്ലാ ഡെവലപ്മെന്റ് പ്രോജക്ട്സുകളിലും എഴുതാവുന്ന ഒരു പോയിന്റാണ് അത്. ഇനി അടുത്ത ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിലോട്ട് വരുമ്പോൾ ഹില്ലേരി ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കുന്നിൻ പ്രദേശ വികസന പദ്ധതി അതിനെ പറ്റിയൊക്കെ ഒരു 2-3 പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2-3 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ചോദിക്കും. ഒരു വട്ടം ചോദിച്ചത് എയർ ട്രാൻസ്പോർട്ടിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ എക്സാമ്പിൾക്കൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, വാട്ടറിൽ നിന്ന് സ്ഥിരമായി ചോദിക്കും. വാട്ടർ ട്രാൻസ്പോർട്ട്, വാട്ടർ പൊല്യൂഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അങ്ങനെ ഒരു വാട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ ആ ഒരു മേഖലകളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇനി ഇന്ത്യയിലെ വാട്ടർ വേസ് ഉണ്ട്, 5 എണ്ണം ഉണ്ട്. NWs അല്ലെങ്കിൽ ദേശീയ ജലപാതകൾ. അതിൽ ആദ്യത്തെ 3 എണ്ണം കൃത്യമായി പഠിച്ചു വെച്ചേക്കുക, കൃത്യമായി അറിഞ്ഞിരിക്കുക. NW1 എവിടാണ്? ഗംഗയിലാണ്. NW2 ബ്രഹ്മപുത്രയിലാണ്. കണക്റ്റിംഗ് പ്ലേസസും പഠിക്കണേ. ഇനി NW3 കഴിഞ്ഞ എക്സാം ചോദിച്ചതാണ്, അത് കേരളത്തിലാണ്, കൊല്ലം ടു കോട്ടപ്പുറം. അലഹബാദ് അഹാൽദിയ, അതാണ് NW1 ഗംഗയിലുള്ളത്. പിന്നെ സാദിയ ദുബ്രി, അതാണ് NW2 ബ്രഹ്മപുത്രയിലുള്ളത്. ഇനി ഇന്ത്യയിലെ ഇന്റർനാഷണൽ ട്രേഡിലോട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ബോർഡർ റോഡുകളെ പറ്റി. ബോർഡർ അതിർത്തി റോഡുകൾ, BRO എന്ന് പറയുന്ന സംഘടനയാണ് അത് സംരക്ഷിക്കുന്നത്. 1960 അത് നിലവിൽ വരുന്നത്. അതിനെപ്പറ്റി, അതായത് അതിർത്തി മേഖലകളായതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, കൂടുതലായി സൈനിക നിയന്ത്രണത്തിലായിരിക്കും എന്നൊക്കെ ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് ടേമിന് ചോദിച്ച ചോദ്യമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ പോർട്ടുകളെ പറ്റി, തുറമുഖങ്ങളെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ അവരുടെ പേര്, ഇത് മാപ്പ് വർക്കിനാണ് സാധാരണ ചോദിക്കുന്നത്, പക്ഷെ എഴുതാനായിട്ടും ചോദിച്ചിരുന്നു. അപ്പൊ പോർട്സ് ഓഫ് വെസ്റ്റ്, അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലങ്ങളിലെ തുറമുഖങ്ങളെ പറ്റി ചോദിച്ചെങ്കിൽ എന്ത് പഠിച്ചു വെച്ചേക്കണം? ഈസ്റ്റ്, കിഴക്കൻ അല്ലെങ്കിൽ പൂർവ്വ തീര സമതലത്തിലെ പോർട്ടുകളെ പറ്റി, തുറമുഖങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ മാപ്പിലും മാർക്ക് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ചാനലിൽ തന്നെ മാപ്പിന്റെ വർക്കൗട്ട് വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സെലക്ടഡ് ഇഷ്യൂസ്. അതായത് പൊല്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അർബൻ വേസ്റ്റ് ഡിസ്പോസലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ് ഈ നഗരമാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അർബൻ വേസ്റ്റ് ഡിസ്പോസൽ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ്. ഈ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഈ ഒരു മാലിന്യങ്ങളെ വേർതിരിച്ചൊക്കെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഈ അർബൻ വേസ്റ്റ് ഡിസ്പോസൽ. ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉത്തരം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഈ നഗരമാലിന്യ നിർമ്മാർജ്ജനം. പിന്നെ ഇതിൽ ചോദിക്കുന്ന എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. എന്തെല്ലാമാണ് കാരണം? അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷന്റെ കാരണം, എങ്ങനെ വാട്ടർ പൊല്യൂഷൻ നമുക്ക് തടയാം, എയർ പൊല്യൂഷൻ കാരണം എങ്ങനെ തടയാം, അപ്പൊ ആ രീതിയിലുള്ള ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയുമാണ്. അതായത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് നിങ്ങൾ ഓൾറെഡി കുറെയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഈ പാർട്ട്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതുകൂടിയൊക്കെ ഒന്ന് നോക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ നമ്മുടെ ചാനലിൽ തന്നെയുള്ള മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വീഡിയോകൾ ഫുള്ള് കാണുക, നിങ്ങൾ ആരും ഫുള്ള് കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നത്, അതായത് കുറച്ച് മാത്രം കാണുന്നു. അങ്ങനെ ആകരുത്, ഫുള്ളായിട്ട് കണ്ടാലേ അതിൻ്റെ നിങ്ങൾക്ക് ഒരു വീഡിയോ കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. കൃത്യമായി കണ്ട് അത് വെച്ചിട്ടൊന്ന് പഠിക്കുന്നവർക്ക് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ എനിവേ, എല്ലാവർക്കും ഈ വരാൻ പോകുന്ന എക്സാം വളരെ എളുപ്പമുള്ളതായിരിക്കട്ടെ. So once again, all the best to all my students.